നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ പ്രകൃതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ നൈറ്റിൽ കാണുന്ന നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ കാണുന്ന നക്ഷത്രങ്ങളും മിൽക്കി വേ ഒക്കെ. അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴും അതിൽ ഭയങ്കരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത്രയും മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് അത് നടക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാറുണ്ട്, സോപ്പ് ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടാണ് ഈ കുമിളയിൽ ഒരു പ്രത്യേക തരം അട്രാക്റ്റീവായിട്ടുള്ള ലൈറ്റുകൾ, പലതരം കളറുകൾ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു സോപ്പ്, ബബിൾ സോപ്പിൽ ഉണ്ടാകുന്ന ഡ്രാമറ്റിക് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ ആ ഒരു കളികളൊക്കെ നമ്മളിന്ന് വീഡിയോയും ഫോട്ടോയും എടുത്തിട്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി. സോപ്പ് ബബിൾ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ്, ഞാനിവിടെ ഒരു ലിക്വിഡ്, പിന്നെ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തു. ഏകദേശം ഒരു ഭാഗം ലിക്വിഡ് എടുത്തു. അതിൻ്റെ ഒരു പകുതിൻ്റെ അടുത്ത് ഗ്ലിസറിൻ എടുത്തു. അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടി കൂട്ടി, അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോപ്പ്. ഈ ഗ്ലിസറിൻ എന്തിനാണ് ആഡ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സോപ്പ് കുമിള, നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന സോപ്പ് കുമിളൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ അത് വീർപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഈ ഗ്ലിസറിൻ ഒന്നും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയത്തിന് നമുക്ക് അത് നിന്ന് തരും. ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് കൂടുതൽ സമയം അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ബബിള് പൊട്ടാതെ അവൈലബിൾ ആയിരിക്കും. പൊട്ടില്ല എന്നല്ല, പൊട്ടും, പക്ഷേ ഒരുപാട് സമയം നമുക്ക് അവൈലബിൾ ആയിരിക്കും ഫോക്കസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. എന്നിട്ടത് ബബിളായിട്ട് പൊട്ടുന്നത് വരെയുള്ള അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പോവാം. അപ്പോൾ ഇത് ഞാനൊരു പഴയ ഒരു മൂടിയിലേക്ക് ഞാനത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പഴയ മൂടിക്ക് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലുള്ള സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് ഈ ബബിൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് ഊതിയിടുന്ന ഒരുപാട് ചെറിയ ബബിൾ വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബബിൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബബിൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ബബിൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് വലുതാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാടായി ശ്രമിക്കണം. ഇന്നാണ് ഏകദേശം കുറച്ചൊക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോ കിട്ടിയത്. അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് വലിയൊരു ബബിൾ കിട്ടി. ആ ബബിൾ ഞാനിവിടെ വെക്കാൻ പോവാണ്. ബബിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ നിക്കോൺ D8 ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിൽ ഞാനൊരു മാക്രോ ലെൻസ് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് തൊട്ടടുത്ത് നിന്ന് പോയി ഫോട്ടോ എടുത്താലേ നമുക്ക് ആ സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മാക്രോ ലെൻസ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് കിറ്റ് ലെൻസ് ആണെങ്കിൽ അതിന് നമുക്ക് എക്സ്റ്റൻഷൻ ട്യൂബുകൾ കിട്ടും. കൂടുതൽ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ ട്യൂബുകൾ. അതുപോലെ റിവേഴ്സ് മാക്രോ റിങ്സ് കിട്ടും. ആ റിങ് എടുത്തിട്ട് നിങ്ങൾക്ക് മാക്രോ ആക്കിയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ ചെറിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളിലെ കുറച്ച് പൈസ കൊടുത്താൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അതൊന്നും വാങ്ങാനുള്ള സമയമില്ലെങ്കിൽ നാളെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മുടെ കിറ്റ് ലെൻസ് ഉപയോഗിച്ച് എങ്ങനെ മാക്രോ ലെൻസ് ഫോട്ടോ എടുക്കാൻ തിരിച്ചിട്ടിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ ഈ മാക്രോ ലെൻസ് ഉപയോഗിക്കണതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ അപ്പർച്ചർ കൊടുക്കുന്നത് 16 ആണ്. 14, 16, 20 ഒക്കെയാണ് കൊടുക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ അപ്പർച്ചറാണെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം ഫോക്കസ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഔട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കിട്ടില്ല. അതുകൊണ്ട് അപ്പർച്ചർ ഒരുപാട് ക്രോസ് ചെയ്തിട്ടുണ്ട്. ISO ഞാൻ 200 വെച്ചിട്ടുള്ളൂ. കാരണം നല്ല ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടി. ഷട്ടർ സ്പീഡ് ഞാനിവിടെ 100 വെക്കുന്നുണ്ട്. ഷട്ടർ സ്പീഡ് 100ഉം വെക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ 100 to 100 വരെ പോകാം. കാരണം ഇപ്പോൾ ഇവിടെ ഒന്നും ഒരുപാട് ആക്ഷനുകളൊന്നും നടക്കണമെന്നില്ല. മാത്രമല്ല ഫ്ലാഷ് കിട്ടാൻ വേണ്ടി നമുക്ക് 200 വരെ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ 100 to 200 നമുക്ക് ഷട്ടർ സ്പീഡ് വെക്കാം. അപ്പർച്ചർ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് 16 16 അപ്പർച്ചർ കട്ട് ചെയ്യുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 100 ഫുൾ പവറിൽ നമ്മൾ ഈ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. ഫുൾ പവറിലാണ് ഇപ്പോൾ ലൈറ്റ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഡാർക്കായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഫോട്ടോ എടുക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഒന്നുകൊരു ബബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബബിൾ ഉണ്ടാക്കുന്ന ഈ സംഭവം നമുക്കിതിൽ കുത്തി വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ആ ലൈറ്റിൻ്റെ ഭാഗം വരുന്നിടത്ത് മാത്രമാണ് നമുക്ക് കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങളൊന്നും കളർഫുൾ അല്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ലൈറ്റിൻ്റെ സോഴ്സ് വലുതാക്കാണ്. അപ്പോൾ ലൈറ്റ് അടുത്തേക്ക് കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തേക്ക് കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഭാഗം വലുപ്പം കൂടി നമുക്ക് കാണാൻ പറ്റും. താഴ്ത്തി കൊണ്ടുവരുമ്പോഴും കൂടുതൽ താഴ്ത്തി അടുത്തേക്ക് എത്തുമ്പോൾ ഒരു വലിയൊരു ഭാഗം തന്നെ, കളറിൻ്റെ വലിയൊരു ഭാഗം തന്നെ നമുക്ക് കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് കുറച്ച് അധികം ഉണ്ട്. നമുക്ക് അപ്പർച്ചർ വീണ്ടും ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് കുറച്ച് കുറക്കാം.
ലൈറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ സാധനങ്ങൾ കിട്ടി തുടങ്ങി. അതായത് ആ ബബിളിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കുറച്ച് ഭാഗത്ത് കറക്റ്റായിട്ട് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് വേണ്ടത് ആ വൈറ്റ് നമുക്ക് കൂട്ടണം. വൈറ്റ് ഏരിയ കൂട്ടാൻ നമുക്ക് വലിയൊരു ലൈറ്റിലേക്ക് പോകണം. വലിയൊരു ലൈറ്റിൽ ഒക്ടാ പോലത്തെ വലിയ ലൈറ്റ് വീണ്ടും അടുത്തേക്ക് കൊണ്ടുവരണം. അതിൽ വലിയൊരു ഷീറ്റ് എടുക്കണം. ഇവിടെ നമുക്കൊരു ഒരു റിഫ്ലക്ടർ അല്ലെങ്കിൽ ഷെയ്ഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗോഡോക്സിൻ്റെ തന്നെ ഒരു സംഭവമുണ്ട് നമ്മളെ കയ്യിൽ, ഒരു 5-in-1. അതിലെ ഷെയ്ഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ആ ഷെയ്ഡ് നമ്മൾ ഈ ലൈറ്റിന് താഴെ നമുക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് താഴെ ക്യാമറയുടെ മുകളിൽ കൂടെ ഒന്ന് അപ്പുറത്ത് കറക്റ്റായിട്ടൊന്ന് ഞാനൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട് ഓൾറെഡി അവിടെ. അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബബിൾ നോക്കിയാൽ കാണാൻ പറ്റും. ബബിളിൻ്റെ ഒരുപാട് ഏരിയയിൽ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് നമുക്ക് ബബിളിൻ്റെ ഒരുപാട് ഏരിയയിൽ നമുക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള ലൈറ്റ് കിട്ടി. അടിഭാഗത്ത് കുറച്ച് നമുക്ക് ആ പാത്രവും കുറച്ച് അടിഭാഗത്തുള്ള സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ബബിൾ നമുക്ക് കിടന്നിട്ട് ശരിക്കും ഇങ്ങനെ ആ ബബിൾ ശരിക്കായിട്ട് ഇങ്ങനെ ബ്ലോ ചെയ്യുന്നതും അതിൻ്റെ ഒരുപാട് ആക്ഷൻസ് നമുക്ക് ഇപ്പോൾ കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ലൈറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് അപ്പർച്ചർ വേണമെങ്കിൽ കൂട്ടി ഡെപ്തും ലൈറ്റൊക്കെ കൂട്ടാം. അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ നമുക്ക് കുറക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പോഷർ. അപ്പോൾ ഇത് നമ്മളൊരു ബ്ലോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഒരു ബബിൾ ഉണ്ടാക്കി കുറേ സമയം അത് അങ്ങനെ നിൽക്കും. നമ്മൾ ഈ ഗ്ലിസറിൻ ആഡ് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് ഒരുപാട് ലൈറ്റുകൾ അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ടൊക്കെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും. ഓരോ ബബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോ എഫക്റ്റാണ് കിട്ടുക. ബബിൾ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് മാറും. പൊട്ടുന്നതിന് മുമ്പായിട്ട് മേലെ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് താഴേക്ക് വന്നു തുടങ്ങും. അതുപോലെ താഴെ നിന്ന് നമുക്ക് ഒരുപാട് ഈ സ്പേമൊക്കെ പോണ രീതിയിലുള്ള താഴെ നിന്ന് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ മേലേക്ക് പോകണതൊക്കെ നമുക്കിതിൽ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പോഷർ അതിൻ്റെ കിട്ടി. നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കുകയാണ് വേണ്ടത്. ഫോട്ടോ ഒക്കെ ഞാൻ ചെയ്യുന്നത് നമുക്ക് LED ഓഫാക്കാം. LED ഓഫാക്കിയിട്ട് നമുക്കിത് ഫ്ലാഷ് മോഡിലേക്ക് മാറ്റാം. ഫ്ലാഷ് മോഡിലിട്ടിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്തു. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത് 200 ആണ് ഷട്ടർ സ്പീഡ്, 18 അപ്പർച്ചർ, ISO 400. ഒരു ഫോട്ടോ എടുത്ത് നോക്കി, പക്ഷേ കുറച്ച് ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ ISO നമുക്കിവിടെ കുറച്ച് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ISO കുറച്ചിട്ട് ISO ഞാൻ 100ലേക്ക് മാറ്റി. അത് കുറച്ച് ഡാർക്കായി പോയി തോന്നുന്നു. 200 ISO നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് നമുക്കിങ്ങനെ പടങ്ങൾ എടുത്ത് നോക്കാം. പല രീതിയിലുള്ള കുമളകൾ ഉണ്ടാക്കി പലതും നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വീതിയിൽ നമുക്കൊരു വൈറ്റ് വന്നാലാണ് ഇത്രയും കളറുകൾ നമുക്ക് ഔട്ടിലേക്ക് വരിക. മറ്റേത് ഓരോ കളറുകൾ റിഫ്ലക്റ്റ് ചെയ്യണ ഒരുപാട് കളറുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടില്ല. കളറിലെല്ലാ കളറുകളും അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് വൈറ്റിൽ അറിയാൻ നിങ്ങൾക്ക് 7 വർണ്ണങ്ങളും അടങ്ങിയതാണ് വൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ വർണ്ണങ്ങളും നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്ലാഷും സെറ്റപ്പും ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റിഫ്ലക്ടറോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വലിയൊരു നമ്മൾ എടുക്കുന്ന മുണ്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു മുണ്ടോ അതല്ലെങ്കിൽ ഇതുപോലത്തെ റിഫ്ലക്ടറോ നമ്മൾ സൺലൈറ്റിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു വിൻഡോൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഫുൾ സൺലൈറ്റ് പുറത്തേക്ക് പോകണ്ട, വിൻഡോൻ്റെ നല്ല ലൈറ്റുള്ള സമയത്ത് വിൻഡോൻ്റെ അടുത്ത് പിടിച്ച് നിന്നിട്ട് താഴത്ത് ബബിൾ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അടുത്തേക്ക് നമ്മൾ വൈറ്റ് കൊണ്ടുവരുന്നതനുസരിച്ചിട്ടാണ് ഇത് കൂടുതൽ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുക. ഇനി നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ മൊബൈലിൽ 1-2 ഷോട്ട് എടുത്ത് നോക്കി, പക്ഷേ മൊബൈൽ അത്ര അടുത്തേക്ക് പോകാൻ വയ്യ. മൊബൈലിന് മാക്രോ ലെൻസ് ഉണ്ടെങ്കിൽ മാക്രോ ലെൻസ് കപ്പാസിറ്റി നിങ്ങളുടെ മൊബൈലിന് മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ലെൻസും കൂടെ നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ഡെപ്ത് കൂട്ടാൻ വേണ്ടി F നമ്പർ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഷട്ടർ സ്പീഡ് നോർമലി 100 to 200 നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഫോട്ടോ എടുത്തൊരു സംഭവമായിരുന്നു പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഐഫോണിൻ്റെ ഒക്കെ സ്ക്രീൻ ഷെയർ വന്നിരുന്നത് ഇതുപോലൊരു സംഭവമായിരുന്നു, ഇങ്ങനെ ഒരു ബബിൾ. ആ സംഭവം ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റായിട്ട് കിട്ടിയ സാധനങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഐ ഷൂട്ട്സ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട്, ഐ ഷൂട്ട്സ് ഫോട്ടോസ്. അതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കൂടുതൽ ഇങ്ങനത്തെ പൊടിക്കൈകൾ, ഇതിപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയുടെ ഭാഗമൊന്നുമല്ല, ഇത് വെറുതെ നമുക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ഒരു ഇടവേളകൾ ഉല്ലാസമാക്കാൻ ചെയ്യാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ആക്റ്റീവ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.